ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ആരാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ സന്തോഷം ആഗ്രഹിക്കാത്ത? എല്ലാവർക്കും സന്തോഷമാണ് ആവശ്യം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അവൻ അന്വേഷിക്കുന്നതും സന്തോഷവും സമാധാനവുമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല വിട്ടുവീഴ്ചകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. കുടുംബജീവിതത്തിലായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, സാമൂഹ്യ ജീവിതത്തിലായിക്കോട്ടെ, സഭാജീവിതത്തിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന പല വിട്ടുവീഴ്ചകളുണ്ട്. എന്നാൽ ദൈവം പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ ആയിരിക്കാം, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളിലൂടെ ആയിരിക്കാം, ഞാൻ ഒരു ആത്മീയ ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഒരു പക്ഷേ എൻ്റെ ആത്മീയ ശുശ്രൂഷയിലൂടെ പലർക്കും പലതും രോഗശാന്തിയും മറ്റും എല്ലാം ലഭിക്കുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷം, ഐ ആം വെരി ഹാപ്പി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു കൂദാശ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ, ഒരു പെരുന്നാൾ കഴിയുമ്പോൾ ഒക്കെ നമ്മൾ സന്തോഷം രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ വീട്ടിലെ ഫങ്ഷൻസ് കഴിയട്ടെ, നമ്മളാണ് ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അത് തീരുമ്പോൾ അത് ലഭിക്കുന്ന ഒരു സന്തോഷം, ഫീഡ്ബാക്ക് എല്ലാവർക്കും തൃപ്തിയായി എന്ന് പറയുന്ന സന്തോഷമാണ്. അത് വചനം പറയുകയാണ്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ദൈവം അപ്പോസ്തലന്മാർ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, കൂടെ വന്ന് പോയ ശുശ്രൂഷ ചെയ്ത വ്യക്തികളോട് പറയും, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിൻ. അപ്പം നമ്മുടെ സന്തോഷം പലപ്പോഴും ഭൗതികമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ചെയ്ത നന്മകളോടെ ഒക്കെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ അതല്ല സന്തോഷം. യഥാർത്ഥം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ മതി. അത് സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്ന പ്രവൃത്തികളായി മാറ്റുവാൻ നമുക്ക് സാധ്യമാകട്ടെ ഈ പ്രഭാതം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.